ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 10 ദിവസവും പൂവിട്ട് തിരുവോണം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അത്തം മുതൽ ഉത്രാടം വരെ പൂവിട്ട് ഇന്ന് നമ്മൾ പൂവട ഉണ്ടാക്കി ഓണത്തപ്പന് വെക്കാൻ പോവാണ്. ശരിക്കും ഉത്രാടത്തിന് അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ തിരുവോണത്തിന് വെളുപ്പിനെയാണ് പൂവട ഉണ്ടാക്കുന്നത്. ഉത്രാടപ്പാച്ചിലെന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചു. കാരണം ഉത്രാടത്തിന് ഞങ്ങൾ വീട്ടിൽ കയറുന്നത് തിരുവോണത്തിന് വെളുപ്പിന് 12 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ പൂവട ഉണ്ടാക്കിയത്. വത്സൻ ഇലയട എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് ഈ പൂവട. പിന്നെ ഈ വത്സനിൽ ശർക്കരയും തേങ്ങയും വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഴം വെക്കുമെന്നറിയില്ല, പൂവടയ്ക്ക് നമ്മളത് വെക്കും. വിളക്കത്ത് പൂവടയും തുമ്പയും തുളസിയും എല്ലാം വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അമ്മിപ്പിള്ളയെ ഓണത്തപ്പനായി സങ്കല്പിച്ച് വെച്ച് ഓണത്തപ്പനും തേങ്ങാവെള്ളവും കുടിക്കാൻ വെക്കും. ഞങ്ങളുടെ പുത്തനോണം ആയതുകൊണ്ട് തന്നെ പുത്തൻ വീട്ടിൽ എല്ലാവരുമായിട്ട് ആഘോഷിക്കാമെന്ന് വെച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയത്തിമാരും വരും. പിന്നെ അജിത്തിൻ്റെ അച്ഛനും അമ്മയും അമ്മൂമ്മമാരും എല്ലാവരുമായിട്ട് നമ്മുടെ പുത്തൻ വീട്ടിൽ ഞങ്ങളുടെ പുത്തനോണം. സദ്യ മുഴുവൻ അജിത്തിൻ്റെ അമ്മ വീട്ടിൽ വെച്ചു. ഞാൻ ഇവിടെ പായസം മാത്രമാണ് വെച്ചത്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പുത്തൻ വീട്ടിൽ പുത്തനോണം സന്തോഷമായിട്ട് ആഘോഷിച്ചു. ഓണസദ്യ ഉണ്ടു, എല്ലാവർക്കും ഓണക്കോടി കൊടുത്തു. രാത്രി സദ്യ കഴിക്കാനായിട്ട് അജിത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും വന്നു. അങ്ങനെ ഞങ്ങളുടെ പുത്തനോണം ഹാപ്പി ആയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ കഴിഞ്ഞു.